ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. വെറും 1 സ്പൂൺ ഓയിലിൽ തയ്യാറാക്കിയതാണിത്. കൂടെ നല്ലൊരു കളർഫുള്ളായ ചട്നിയും കൂടെ ആയാലോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിൻ്റെ സ്കിൻ മാറ്റി ഒരു ഗ്രേറ്ററിൽ വച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല ഈസിയാണ് ഇത് കുഴച്ചെടുക്കാനായിട്ട്. 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി കൂടി എടുത്തൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാം. ഇഞ്ചി ചേർക്കുന്നത് വയറ്റിന് നല്ലതാണ്. അല്പം മല്ലിയില കൂടി ചേർക്കാം. ഈ സ്നാക്കിന് നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ട് ഞാൻ പൊരിയാണ് എടുത്തത്. 2 കപ്പ് പൊരി ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. പൊരി ഇല്ലെങ്കിൽ ഓട്സോ അരിപ്പൊടിയോ അല്ലെങ്കിൽ അവൽ പൊടിച്ചതോ ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കാം. പകുതി നാരങ്ങ നീര് ചേർക്കാം. ക്യാരറ്റും ബീറ്റ്റൂട്ടും സ്വീറ്റ് പൊട്ടറ്റോയും ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയും ബീറ്റ്റൂട്ടും ഒക്കെ വേവിച്ചതാണല്ലോ. ക്യാരറ്റിലും ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഇതിനി റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ടിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. മില്ലറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൽ റാഗി പൊടി ചേർക്കാം. ജോവറിൻ്റെ പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലുള്ള ടിക്കി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ടിക്കി നല്ലൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ അടച്ച് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യാനുസരണം എടുത്ത് നല്ലതുപോലെ തവയിൽ വെച്ച് ചൂടാക്കി കഴിക്കാം. ഇത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാനായിട്ട് കുറച്ച് സീഡ്സ് കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പംകിൻ സീഡും സൺഫ്ലവർ സീഡുമാണ്. ഇതിൻ്റെ പുറത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. നല്ല എളുപ്പമാണ്. ഇതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കാണാനും നല്ല ഭംഗിയല്ലേ. ഇതിപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എല്ലാം വെന്ത സാധനമാണല്ലോ. ഇനി തവയോ പാനോ ചൂടാക്കിയിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. ഇതിനി ഈ സീഡ്സ് വച്ചേക്കുന്ന ഭാഗം അടിയിലാക്കിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ മൂപ്പിക്കാം. 2 എണ്ണം തവയിൽ കൂടി വയ്ക്കുന്നുണ്ട്. ഇത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഈ ചട്നിക്ക് വേണ്ടി മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അത് തണ്ടോടെ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 3 അല്ലി വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. 1 പച്ചമുളകും കൂടി എടുത്തു. ഇതിൽ ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ്. 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിനി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയായി. സാധാരണ നമ്മളിങ്ങനെ ഗ്രീൻ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ അല്ലേ ഒഴിക്കുന്നത്. പക്ഷേ ഇതുപോലെ തൈര് ചേർത്ത് നോക്കിക്കേ, അപാര ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ടിക്കി ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറു സൈഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു തുള്ളി പോലും ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് എണ്ണ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ, അപ്പോൾ അതിലെന്തിനാണ് ആവശ്യമില്ലാതെ എണ്ണ ചേർക്കുന്നത്. ഈ രീതിയിൽ തന്നെ ചുട്ടെടുത്ത് നോക്കൂ. അപാര ടേസ്റ്റാണ്. ജോലിയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ദിവസം ഇതുപോലെയൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആഴ്ച മുഴുവനും നിങ്ങൾക്ക് 2 or 4 ഒക്കെ എടുത്ത് ചൂടാക്കി ചോറിനോടൊപ്പം ഓഫീസിൽ കൊണ്ടുപോകാനും കുട്ടികൾക്ക് ഓരോന്ന് വീതം കൊടുത്തയക്കാനും വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.